ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. മോളെ ചേച്ചി, ആ ശരത്തിനെയും കൂട്ടി ഞാനൊന്ന് പുറത്തോട്ട് പോവാ. തനിച്ചോ? അതെ, തിരിച്ചു വരുന്നത് ചിലപ്പോ ആ ശരത്ത് ഇല്ലാതെയായിരിക്കും. നിത്യമോളെ, നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കല്ലേ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാനും കൂടി വരാം. എന്നിട്ട് ആലോചിച്ച് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. പക്ഷെ ചേച്ചിയും കൂടെ വന്നാ. അതെ, വേറൊന്നുമല്ല ചേച്ചി, എന്റെ കൂടെ ചിലപ്പോ ആ പ്രഭാവതി ഉണ്ടായിരിക്കും. അവര് കൂടെ ഉള്ളപ്പോ നീ എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്നേ? അവരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു നുണ പറഞ്ഞ് ഒഴിവാക്കും. പിന്നെ ഞങ്ങള് മാത്രമേ ഉണ്ടാവൂ. എങ്കിൽ പിന്നെ പ്ലാൻ ഞാൻ പറയാം. പ്രഭാവതിയെ നീ എന്തേലും നുണ പറഞ്ഞ് അകറ്റുന്നു. ആ സമയം നോക്കി ഞാനിവിടെ വരുന്നു. പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. ശരി ചേച്ചി, ഇനിയും കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. ആദ്യം പ്രഭാവതി ഒഴിവാക്ക്, ബാക്കിയൊക്കെ പിന്നെ. ശരി ചേച്ചി, ഞാൻ വിളിക്കാവേ. ശരി. ശരത്തേട്ടാ, എനിക്ക് ശരത്തേട്ടനോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അമ്മയുള്ളതാണോ തടസ്സം? അമ്മ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വാ. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി തൊഴാം. ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ വരാനമ്മേ? അമ്മ പോയാ മതി. എനിക്കിവിടെ കൂട്ടിന് നിത്യമുണ്ടല്ലോ. എത്ര നാളായി ഞങ്ങൾ എന്തേലും സ്വസ്ഥമായി മിണ്ടിയും പറഞ്ഞിരുന്നിട്ട്. ഓ, അതിനാണോ? സ്വർഗത്തിലെ കട്ടുറുമ്പാവാതെ ഞാൻ ഇവിടുന്ന് മാറിത്തരണം. അതങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ. എന്തിനാ വളഞ്ഞ വഴി ചിന്തിച്ചേ? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ടാ ഞാൻ. എന്തു തോന്നാൻ? ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടല്ലടാ ഞാനും ഇവിടം വരെ എത്തിയത്. ശരി, ഞാൻ മാറിത്തരാം. പക്ഷേ പെട്ടെന്ന് ഞാനിങ്ങ് തിരിച്ചു വരും. പറയാനുള്ളതല്ല അതിനു മുമ്പേ പറഞ്ഞു തീർത്തോളണം. ശരി അമ്മേ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അത് നമ്മുടെ ഭാവിയെ കുറിച്ച് തന്നെ. ഒട്ടും വിചാരിക്കാത്ത നേരത്താ ഇങ്ങനൊരു അപകടം ഉണ്ടായത്. നമ്മുടെ കല്യാണം ഉടനെ നടക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അപ്പോഴാ ഈ നാശം പിടിച്ച ആക്സിഡന്റ്. 21 ദിവസം കഴിഞ്ഞാൽ പ്ലാസ്റ്റർ വിട്ടു. പിന്നെ എനിക്ക് പഴയ പോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റും നിത്യക്കുട്ടി. കല്യാണം എന്തായാലും നടക്കുമല്ലോ, പിന്നെന്തിനാ ധൃതി? ധൃതി ഉണ്ട് ശരത്തേട്ടാ, എല്ലാത്തിനും എനിക്ക് നല്ല ധൃതിയാ. അത് എന്റെ സ്വഭാവമാ.
അയ്യോ നിധികുട്ടി നിധികുട്ടി പിടിക്ക് നിധികുട്ടി 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 രക്ഷിക്ക് അമ്മേ നിധികുട്ടി 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 അയ്യോ അയ്യോ നിധികുട്ടി ഞാൻ പോന്ന് പിടിക്ക് 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 അയ്യോ നിധികുട്ടി രക്ഷിക്ക് രക്ഷിക്ക് അമ്മേ അമ്മേ നിധികുട്ടി രക്ഷിക്ക് അയ്യോ നിധികുട്ടി അയ്യോ ആരുമില്ല ആരെങ്കിലും ഒന്ന് രക്ഷിക്ക് നിധികുട്ടി ഞാൻ പോന്ന് ഓ അയ്യോ പേടിച്ചു പോയല്ലേ? ഇല്ലടാ, നിന്നെ ഒറ്റയടിക്ക് ചാവാൻ ഞാൻ അനുവദിക്കില്ല. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. അങ്ങനെ വേദന തിന്നു വേണം നീ ജീവിക്കാൻ. നിന്നെ എന്നാടി ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നീ എവിടുന്ന് വന്ന് ആണെന്ന് പൊട്ടി വീണോ? ഞാൻ വന്നതുകൊണ്ടാടാ ഈ ചോദ്യം ചോദിക്കാൻ നീ ബാക്കിയുണ്ടായത്. ദേ അങ്ങോട്ട് നോക്കി. അവിടെ വീണ്ടിരുന്നെങ്കിലേ വാരിക്കൂട്ടി എടുക്കാൻ പോലും നിന്നെ കിട്ടില്ലായിരുന്നു. മരണത്തിൽ നിന്നാ ഞാൻ നിന്നെ ഇപ്പൊ രക്ഷപ്പെടുത്തിയത്. അതിന് എന്നോട് നന്ദി പറയാ വേണ്ടത്. അതിന് പകരം കയർക്കാൻ വന്നാലുണ്ടല്ലോ, ഞാനായിരിക്കും നിന്നെ തള്ളി താഴെയിടാൻ പോകുന്നത്. അയ്യോ ശരത്തേട്ടാ, ശരത്തേട്ടാ, സോറി ശരത്തേട്ടാ. പെട്ടെന്നൊരു തല ഇറക്കം പോലെ തോന്നി. കൈക്കൊക്കെ തല നഷ്ടപ്പെടുന്നത് പോലെ. അതുകൊണ്ടാ, അല്ലാതെ മനഃപൂർവ്വം അല്ല. സാരമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചേനെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ. നിത്യമോളൊന്ന് വന്നേ. ഇതുപോലുള്ള സന്ദർഭങ്ങളില് തലകറക്കം വരാതെ എങ്ങനെ പിടിച്ചു നിൽക്കാന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിങ്ങളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെ വാശി പിടിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും ശരത്തിനെ രക്ഷിച്ച ഞാനല്ലേ, അതിന്റെ ഒരു നന്ദിയെങ്കിലും കാണിക്കണ്ടേ? ചെല്ലു കുട്ടി. നീ എന്ത് പണി കാണിച്ചേ? ഞാൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ. ക്ഷമ നശിച്ചു പോയി ചേച്ചി. അല്ല ചേച്ചി എന്തിനാ അവനെ രക്ഷിച്ച്? അവൻ താഴേക്കൊന്നും പോയില്ലായിരുന്നു. ശരത്തല്ലേ ആള്. അതിനു മുമ്പ് അവൻ ചാടി രക്ഷപ്പെട്ടെന്നെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കില്